ആദർശിൻ്റെയും നയനയുടെയും പുതിയ ഒരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാട്ടിലെ അനാമികയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ദേവയാനി ആദർശിനെയും നയനയെയും ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ, വീട് വിട്ടിട്ട്. ഇതിന് ശേഷം നമ്മുടെ നയന ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ എവിടേക്കാണ് പോവുക, എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക, എന്താ നമ്മൾ ആദ്യം ചെയ്യുക, എങ്ങോട്ടാണ് ആദ്യം പോവുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, കുറേ സംശയങ്ങൾ. അപ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അന്ന് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? താലി കെട്ടുന്ന സമയത്ത് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയ കാര്യം, വേണു അങ്കിള് പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ കുറേ പണം കൊടുക്കാനുള്ള കടക്കാരൊക്കെ കുറേ പേര് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു വേണു അങ്കിളായിട്ട്. എന്നിട്ട് അങ്കിളിനെ കുറേ പേര് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി കഴിഞ്ഞ് ഞാനും കൂടി ഇടപെട്ടുകൊണ്ടാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തത്. അങ്കിള് പറഞ്ഞത് എന്തോ ബിസിനസ് തുടങ്ങിയെന്നും അത് പൊളിഞ്ഞത് കൊണ്ടാണ് ഇത്രയും കടമായത് എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും കൂടി ഇടപെട്ടത് കൊണ്ട് ആ കാര്യം അന്ന് സോൾവ് ആവുമായിരുന്നു ചെയ്തത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് അന്ന് ആ കണ്ട ആൾക്കാരെ ആരെങ്കിലും കണ്ടാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിൽ ഉപേന്ദ്രൻ പറഞ്ഞിട്ടൊരാൾ ഉണ്ട്, അയാളായിരുന്നു അന്ന് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ആൾ. അയാളോട് ഞാൻ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിസിനസ് പാർട്ട്ണറാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഉപേന്ദ്രനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നിങ്ങനെ നമ്മുടെ ആദർശ് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അയാളിപ്പോൾ എവിടെയായിരിക്കും, എങ്ങനെയെന്ന് വെച്ചിട്ട് നമ്മൾ അയാളെ കണ്ടുപിടിക്കുക, അന്ന് കണ്ട ആ ഒരു ഇത് മാത്രമല്ലേ നമുക്ക് അറിയുള്ളൂ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ അറിയും, അയാൾ എവിടെ ഉണ്ടാവും ഇപ്പോൾ, അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക ആദർശേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അതിനുശേഷം അയാളെ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് വെച്ച് ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. അയാൾ മിക്കവാറും ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്കപ്പോൾ അവിടെ പോയി അന്വേഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശും നയനയും വണ്ടിയിലേക്ക് കയറിയിരുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലം എത്തുമ്പോൾ വണ്ടി നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നയന പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ആരോടത്തെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്നിങ്ങനെ നയന പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കടയുണ്ടാവും. എന്നിട്ട് ആ കടയിൽ പോയിട്ട് ഈ ഉപേന്ദ്രൻ പറഞ്ഞ ആളിനെ അറിയുമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏത് ഉപേന്ദ്രനെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നിങ്ങനെ കടക്കാരൻ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നയനം പറയും, ചേട്ടാ സത്യത്തിൽ ഞങ്ങൾക്ക് ആ ഉപേന്ദ്രനെ പറ്റി കൂടുതലൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്, ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളായിരുന്നു, മൂപ്പരെക്കുറിച്ച് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടക്കാരൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു ഉപേന്ദ്രനുണ്ട്, അയാളൊരു ചെറിയ സെറ്റപ്പൊക്കെ ആയിട്ട് പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരാളാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഒരു ബിസിനസ്സുകാരനല്ലേ ചേട്ടാ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അയാൾ ബിസിനസ്സുകാരനൊന്നല്ല, അയാളൊരു പലിശക്കാരനാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ അയാളുടെ നിൽക്കുന്ന ആ ഒരു സെറ്റപ്പ് എവിടെയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത് പ്രകാരം നയനയും ആദർശം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കടക്കാരൻ പറഞ്ഞ പ്രകാരമുള്ള സ്ഥലത്തേക്ക് ഇവർ ഉപേന്ദ്രനെ തേടി ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ എത്തുമ്പോൾ യഥാർത്ഥ ഉപേന്ദ്രനെ ഇവർ ആരെയാണോ തേടിയത് അയാൾ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അവരുടെ ഉപേന്ദ്രൻ്റെ കൂടെ കുറച്ച് പേര് ഉണ്ടാവുമല്ലോ ഗ്യാങ്ങിൽ. അപ്പോൾ അതിലുള്ള ഒരാൾ പറയുന്നുണ്ട്, ദാ ഇയാളല്ലേ ആ വേണുവിൻ്റെ അവിടെ വെച്ചിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ ആൾ, അതാ വരുന്നുണ്ടല്ലോ, പക്ഷെ കയ്യിൽ പൈസ പൊതിയൊന്നും കാണുന്നില്ല, നമുക്കെന്തായാലും അന്വേഷിക്കാം, അയാളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടല്ലോ, അയാൾ തരുമായിരിക്കും എന്നിങ്ങനെ പറയാണ് കേട്ടോ. ശേഷം നമ്മുടെ ആദർശ് ഉപേന്ദ്രനെ അടുത്ത് നേരിട്ട് പോയിട്ട് പറയുന്നുണ്ട്, ചേട്ടൻ ഞങ്ങൾ വേണു അങ്കിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഓ നിങ്ങളപ്പോൾ പൈസ തരാൻ വന്നതല്ലേ, നിങ്ങളല്ലേ അന്ന് വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കിയത് പൈസ തരാനൊക്കെ, നിങ്ങളെന്താ പൈസ കൊണ്ടുവരാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ചേട്ടൻ എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങളൊന്ന് സഹായിക്കണം, ഞങ്ങൾക്ക് വേണു അങ്കിളിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്കിള് വേണു അങ്കിളിൻ്റെ കൂടെ ബിസിനസ് ചെയ്യണ പാർട്ണർ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ബിസിനസ് പാർട്ണറോ, 2 കോടി കടം തരാനുള്ള അവൻ എൻ്റെ ബിസിനസ് പാർട്ണറോ, അവൻ്റെ ഒരു ചില്ല് കാശ് പോലും ഇല്ല, ഞാനെന്തിനാ അങ്ങനെ ഉള്ള ഒരാളുടെ കൂടെ ബിസിനസ് ഒക്കെ ചെയ്യണം, അയാളൊരു ബിസിനസ് പാർട്ണറും അല്ല ഒന്നുമല്ല, എനിക്ക് പൈസ കടം തരാനുള്ള ഒരു വ്യക്തി മാത്രമാണ്, 2 കോടിയാണ് അയാൾ തരാനുള്ളത് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നയനെ ആദർശം ഞെട്ടുകയാണ് ചെയ്യുന്നത്, 2 കോടി രൂപയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നു, ഉപേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഇതുപോലെ ഒരുപാട് പേർക്ക് കോടിക്കണക്കിന് രൂപ അയാൾ കൊടുക്കാനുണ്ട്, ഞാൻ മാത്രം ഒരാൾ, ഇതുപോലെ ഒരുപാട് പേർക്ക് അയാൾ പൈസ കൊടുക്കാനുണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ.
ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഇയാളെപ്പോലെ ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് പേർക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ പലിശയൊക്കെ അടയ്ക്കാറുണ്ട്, എല്ലാം കറക്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ഇയാളെപ്പോലെ ഒരുത്തനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഈ ഒരു പലിശ പോയിട്ട് ഒരു ചില്ലി കാശ് അവൻ ഇന്നേ വരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നയന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിഞ്ഞില്ല ആദർശേട്ടാ, ഇനി ആദർശേട്ടൻ്റെ പ്ലാൻ എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയം ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നില്ലേ. ആ സമയം അന്ന് പുരോഹിതൻ പറഞ്ഞത് എത്ര കറക്റ്റാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് മുത്തശ്ശന് വയ്യാത്തതുകൊണ്ടല്ലേ ഒന്നും തുറന്ന് പറയാണ്ടിരുന്നത്. അന്നേ മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നെങ്കിൽ ഈ ഒരു ഗതി നമ്മുടെ തറവാട്ടിന് സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശ സങ്കടത്തോടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നയന് പറയുന്നുണ്ട്, നമുക്കെന്തായാലും കുറച്ചും കൂടി കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത് എല്ലാവരെയും അറിയിച്ചാൽ മതി എന്നിങ്ങനെ പറയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും അമ്മ അന്വേഷിക്കാൻ വേണ്ടി വിട്ടതല്ലേ, അമ്മയോട് പറയാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ഇപ്പോൾ പറയണ്ട, ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. അയാൾ പൈസ കൊടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം നമുക്ക് അവിടെ പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.